ഒരു പ്രണയം ഒരു കാത്തിരിപ്പ് ഭാഗം 19. ഇന്ന് കോളേജിൽ പോയാലോ? പനി കുറഞ്ഞതുകൊണ്ട് ഗായത്രി കോളേജിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ക്ഷീണം മുഴുവനായും വിട്ടകന്നിട്ടില്ലെങ്കിലും അവൾക്ക് പനി നന്നായി കുറഞ്ഞിരുന്നു. അവൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം കോളേജിലേക്ക് പോകാനായി തീരുമാനിച്ചു. ഇന്ന് ലാബൊക്കെ ഉള്ള ദിവസമാണ്. അത് മിസ് ചെയ്യാൻ അവൾക്ക് തോന്നിയില്ല. റെഗുലറായിട്ടുള്ള ക്ലാസ്സുകൾ മിസ് ചെയ്താൽ പിന്നീട് അത് മനസ്സിലാക്കിയെടുക്കാൻ പാടാണ്. ഇന്ന് സൂര്യൻ സാറിൻ്റെ ലാബുമുണ്ട്. അവൾ ഓർത്തു. കുളിച്ചൊരുങ്ങി ഒരു കുർത്തിയും പലാസയും ഇട്ട് ഒരു കുഞ്ഞു ബട്ടർഫ്ലൈ ക്ലിപ്പ് വെച്ച് മുടി ക്ലിപ്പ് ചെയ്തു. ഹോസ്റ്റലിൽ നിന്ന് കോളേജിലേക്ക് നടന്നു പോകേണ്ട ദൂരമേയുള്ളൂ. അവൾ പതുക്കെ കോളേജിലേക്ക് നടന്നു. സിമിയെ അവൾ അവിടെയെങ്ങും കണ്ടില്ല. കോറിഡോറിലൂടെ ക്ലാസ്സിലേക്ക് നടന്നു പോകുമ്പോൾ സൂര്യൻ എതിരെ വരുന്നത് കണ്ടു. താനോ? തനിക്ക് ഇന്നുകൂടി റെസ്റ്റ് എടുക്കാമായിരുന്നില്ലേ? എനിക്ക് ഫീവർ ബെറ്റർ ആയിട്ടുണ്ട് സർ. ഇന്ന് പിന്നെ ലാബൊക്കെ ഉണ്ട്. അതുകൊണ്ട് ലാബ് സെഷൻ മിസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. സൂര്യൻ്റെ കൂർത്ത നോട്ടം അവളുടെ മുഖത്തു പതിഞ്ഞു. അവളുടെ നെറ്റിയിലെ മുറിവിലേക്ക് അവൻ്റെ നോട്ടം ഒന്നു ചെന്നു. അത് കരിഞ്ഞിട്ടുണ്ട്. അവൻ വേറൊന്നും മിണ്ടാതെ ഗൗരവത്തോടെ അവളെ കടന്നുപോയി. ഗായത്രിക്ക് അത് വിഷമമായി. എന്താണ് സർ മിണ്ടാതെ പോയത്? ഇന്ന് താൻ കോളേജിൽ വന്നത് സാറിന് ഇഷ്ടപ്പെട്ടില്ലേ? താൻ എന്തൊക്കെയാണ് ചിന്തിച്ചത്? അവൾ അതും ചിന്തിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ സിമിയും എത്തി. അവർ രണ്ടുപേരും ക്ലാസ്സിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ പീരിയഡ് എടുക്കുന്ന ജയശങ്കർ സാർ എത്തി. ആളുടെ ക്ലാസ് ഇച്ചിരി ബോറാണ്. ഓ, സാറിൻ്റെ ക്ലാസ് ആയിരുന്നോ ഫസ്റ്റ് അവർ? സിമി ആവലാതിപ്പെട്ടു. ഞാനിപ്പോൾ ഉറക്കം തൂങ്ങും. ഗായത്രി അവളെ തുറിച്ചു നോക്കി. മിണ്ടാതെ ക്ലാസ്സിൽ ശ്രദ്ധിക്കടേ. ഗായത്രി അവളോട് ദേഷ്യപ്പെട്ടു. സാർ ഒരു മധ്യപ്രായമുള്ള ആളാണ്. ബോയ്സിനോട് ചൂടായിട്ടാണെങ്കിൽ ഗേൾസിനോട് ആൾ സോഫ്റ്റ് ആയിട്ടാണ് ഇടപെടാറ്. ഇടയ്ക്കിടയ്ക്ക് ആൾ ഗേൾസ് ഇരിക്കുന്ന റോകൾക്കിടയിലൂടെ നടക്കും. അധികം പെൺകുട്ടികൾക്കും അത് ഇഷ്ടപ്പെടാറില്ല. അന്നും ജയശങ്കർ സാർ സോൾവ് ചെയ്യാൻ ഒരു പ്രോബ്ലം കൊടുത്തിട്ട് പെൺകുട്ടികൾക്കിടയിലൂടെ നടക്കുകയാണ്. ഗായത്രി കൊണ്ടുപിടിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കുകയാണ്. സിമി ഗായത്രി ചെയ്യുന്നത് നോക്കി ഇരിക്കുന്നുണ്ട്. ആൾ ഗായത്രിയുടെ ഡെസ്കിനടുത്തെത്തിയപ്പോൾ ഗായത്രി ചെയ്യുന്നത് നോക്കി അല്പനേരം അവളുടെ പിന്നിൽ നിന്നു. സർ പിന്നിൽ വന്ന് നോക്കി നിൽക്കുന്നത് കണ്ട് അവൾ അസ്വസ്ഥയായി. ഗായത്രിയും സിമിയും മുഖമുയർത്തി അയാളെ നോക്കി. ഗായത്രി ബെഞ്ചിൻ്റെ സൈഡിലാണ് ഇരിക്കുന്നത്. അവളുടെ ബുക്ക് സർ എടുത്തു നോക്കി. ബുക്ക് എടുക്കുമ്പോൾ ഗായത്രിയുടെ കൈകളിലൂടെ അയാളുടെ കൈകൾ തഴുകിക്കടന്നുപോയി. ഗായത്രി പെട്ടെന്ന് കൈ പിൻവലിച്ചു. അവൾ വല്ലായ്മയോടെ അയാളെ നോക്കിയപ്പോൾ അയാൾ ധൃതിയിൽ അവളുടെ ബുക്കിൽ സോൾവ് ചെയ്ത പ്രോബ്ലം കറക്റ്റ് ചെയ്യുകയാണ്. സർ അറിയാതെ ആയിരുന്നു. ഗായത്രിക്ക് മനസ്സിലായില്ല. ബുക്ക് തിരികെ അവളുടെ നേർക്ക് നീട്ടി അയാൾ. അവളത് വാങ്ങുമ്പോൾ വീണ്ടും ജയശങ്കറിൻ്റെ കൈകൾ അവളുടെ കൈപ്പത്തിയിൽ അമർന്നു. ഇത്തവണ അടുത്തിരുന്ന സിമിയും അത് കണ്ടു. തീപ്പൊള്ളലേറ്റതുപോലെ ഗായത്രി കൈകൾ പിൻവലിച്ചു. അവളുടെ മുഖം വിളറി വെളുത്തു. ഇയാൾ ഇത്ര വൃത്തികെട്ടവനായിരുന്നു. അവൾക്ക് തൻ്റെ ശരീരമാകെ ചൂടെടുക്കുന്നത് പോലെ തോന്നി. അയാളുടെ മുഖത്തുള്ള ഒരു വഷളച്ചിരിയും അവൾ ശ്രദ്ധിച്ചു. ഈശ്വര, എന്തൊക്കെ പരീക്ഷണങ്ങളാണ്! അവൾക്ക് കണ്ണ് നിറഞ്ഞു. പിന്നീട് ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞാണ് ബെല്ലടിച്ചത്. അതുവരെയും ഗായത്രി മുഖം കുനിച്ച് പുസ്തകത്തിൽ നോക്കിയിരിക്കുകയായിരുന്നു. ബെൽ ശബ്ദം കേട്ടതും അയാൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. സിമി പതുക്കെ ഗായത്രിയുടെ കൈകളിൽ തൊട്ടു. എടി, നിറഞ്ഞ കണ്ണുയർത്തി ഗായത്രി സിമിയെ നോക്കി.
ഞാൻ കണ്ടു. സിമി അവളെ ആശ്വസിപ്പിച്ചു. ആളൊരു പക്ക ഫ്രോഡാണ്. നമ്മൾ സൂക്ഷിച്ചും കണ്ടും നിൽക്കണം. ഇനി നമുക്ക് ബെഞ്ചിൻ്റെ സെൻറ്ററിലോട്ടിരുന്നാൽ മതി. ഗായത്രി തലയാട്ടി. അവളുടെ മുഖത്തെ തെളിച്ചും ആകെ കെട്ടുപോയി. അത് രാവിലത്തെ 10 മിനിറ്റ് ബ്രേക്ക് ടൈം ആയിരുന്നു. അടുത്ത അവർ സൂര്യൻ സാറിൻ്റേതാണ്. സൂര്യൻ ക്ലാസ്സിലേക്ക് വന്നതും കുട്ടികളെല്ലാം വിഷ് ചെയ്തു. അവൻ്റെ കണ്ണുകൾ ക്ലാസ്സിലാകെ ഓടി നടന്നു. ഗായത്രി അപ്പോഴും മുഖം കുനിച്ച് ഇരിക്കുകയായിരുന്നു. സൂര്യൻ അത് ശ്രദ്ധിച്ചു. പക്ഷെ അവൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അവൾക്ക് എന്തു പറ്റിയെന്ന് അവൻ ആലോചിച്ചു. ഇനി പനി കൂടിയിട്ടുണ്ടോ? ഇന്ന് കോളേജിലേക്ക് വരേണ്ടെന്ന് താൻ പറഞ്ഞിട്ടും കേൾക്കാതെ വന്നവളാണ്. അനുഭവിക്കട്ടെ. പനി മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴാ ഇങ്ങനെ ക്ഷീണിച്ചാണ് ഇരിക്കുന്നത്. ഇടയ്ക്ക് ബോർഡിലേക്ക് നോക്കുകയും ലെക്ചർ നോട്ട്സ് എഴുതുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഗായത്രി സൂര്യൻ്റെ മുഖത്ത് നോക്കുന്നതേ ഉണ്ടായിരുന്നില്ല. അവൾക്ക് എല്ലാവരെയും ഭയം തോന്നി. തരം കിട്ടിയാൽ മോശമായി ആളുകൾ പെരുമാറുന്ന രീതി അവളുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവൾക്ക് എങ്ങനെയെങ്കിലും റൂമിൽ തിരികെ എത്തിയാൽ മതിയെന്ന് തോന്നി. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം സൂര്യൻ സാറിൻ്റെയും ശ്രീജ മാമിൻ്റെയും ലാബ് സെഷനുണ്ട്. ലഞ്ച് ബ്രേക്കിനുള്ള ബെല്ലടിച്ചതും സൂര്യൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. പോകുന്നതിന് മുൻപ് അവൻ ആരും കാണാതെ ഗായത്രി ഒന്ന് പാളി നോക്കി. പക്ഷേ ഗായത്രി മുഖം കുനിച്ച് ബുക്കിൽ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ നോട്ടം അവൾ കണ്ടതേയില്ല. ഗായത്രി ഹോസ്റ്റലിൽ നിന്ന് ചോറും കറികളും ഒരു ടിഫിൻ ബോക്സിലാക്കി കൊണ്ടുവന്നിരുന്നു. സിമിയുടെ ഒപ്പമിരുന്ന് അവൾ ഭക്ഷണം കഴിച്ചു. കഴിച്ചു കഴിഞ്ഞിട്ടും മ്ലാനയായിരിക്കുന്ന ഗായത്രിയെ സിമി ആശ്വസിപ്പിച്ചു. ഇനി ഇത്തരത്തിലൊരു പെരുമാറ്റം ജയശങ്കർ സാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ നമുക്ക് ശ്രീജ മാമിനോട് പറയാമെന്ന് സിമി അവളെ ആശ്വസിപ്പിച്ചു. ഇതേസമയം ഗായത്രിയുടെ മുഖത്തെ ഭാവമാറ്റം എന്തിനാണെന്നറിയാതെ ഇരിക്കുകയായിരുന്നു സൂര്യൻ. തീരെ വയ്യായികയുണ്ടോ? ഹോസ്റ്റലിൽ പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാലോ? ഒരു വേള അവൻ ചിന്തിച്ചു. താൻ അമിതമായി അവളെ പാമ്പർ ചെയ്യേണ്ടെന്നും അവന് തോന്നി. അത് ചിലപ്പോൾ തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അവൾ എളുപ്പത്തിൽ അറിയുന്നതിന് കാരണമാകും. അത് വേണ്ട. കോളേജ് പ്രമൈസസ് അവളോട് ഒരു സ്ട്രിക്റ്റ് ടീച്ചർ ആയാൽ മതി. ഉച്ചക്കത്തെ ലാബ് സെഷനിൽ സൂര്യൻ എത്തിയപ്പോൾ കുട്ടികളെല്ലാം അവരവർക്ക് കൊടുത്തിട്ടുള്ള എക്സ്പെരിമെൻറ്റുകൾ ചെയ്യുകയായിരുന്നു. ഗായത്രി ഒരു മെറ്റൽ പീസ് ഒരു മെഷീനിൽ ഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടെയുള്ള രാഹുലും ശ്രുതിയും അടുത്തുനിന്ന് അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ ചെയ്യുന്നതിലെ തെറ്റായ രീതി കണ്ട് സൂര്യൻ ഗായത്രിയെ ഉറക്കെ വിളിച്ചു. ഗായത്രി! അവൾ നെട്ടി മുഖമുയർത്തി സൂര്യനെ നോക്കി. സൂര്യൻ സർ കലിപ്പോടെ അടുത്തു നിൽക്കുകയാണ്. അവൾ തെറ്റായിട്ടാണ് അത് ചെയ്യുന്നതെന്നും ശരിയായി എങ്ങനെ ചെയ്യണമെന്നും അവൻ വിശദീകരിച്ചു. ആ ഗ്രൂപ്പിലുള്ള രാഹുലിനെയും ശ്രുതിയെയും അവൻ വഴക്കു പറഞ്ഞു. ഗായത്രി വീണ്ടും ആ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതിനിടയിൽ ഓരോ മിസ്റ്റേക്കിനും സൂര്യൻ അവളെ നല്ല രീതിയിൽ തന്നെ വഴക്കു പറഞ്ഞുകൊണ്ടിരുന്നു. ഇടയ്ക്ക് അവൾക്ക് തല പെരുക്കുന്നത് പോലെ തോന്നി. സൂര്യൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒന്നും അവൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. രാവിലത്തെ സംഭവം അവളുടെ മനസ്സിൽ മായാതെ കിടന്ന് വിഷമിപ്പിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒന്നും ഗായത്രിക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്തത് കണ്ട് സൂര്യന് കലിയിളകി. അവൻ അവളോട് ഷൗട്ട് ചെയ്ത് മാറി നിൽക്കാൻ പറഞ്ഞു. സർ! അവൾ വിറയലോടെ എക്യുപ്മെൻറ്റിൻ്റെ അടുത്തു നിന്ന് മാറി നിന്നു. രാഹുലിനോട് സൂര്യൻ മെഷീൻ റൺ ചെയ്യാൻ പറഞ്ഞു. അവൻ സൂര്യൻ പറഞ്ഞു കൊടുത്തതിനനുസരിച്ച് അത് ചെയ്തു.
ഗായത്രിയോടും സിമിയോടും രാഹുൽ ചെയ്യുന്നത് നോക്കി മനസ്സിലാക്കാൻ സൂര്യൻ ആവശ്യപ്പെട്ടു. രണ്ടുപേരും തലയാട്ടി. രാഹുൽ എക്സ്പെരിമെന്റ് ചെയ്യുകയും ശ്രുതിയും ഗായത്രിയും അവൻ ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പെരിമെന്റൽ വാല്യൂസ് എല്ലാം നോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സൂര്യൻ അവരുടെ അടുത്ത് നിന്ന് മറ്റ് ബാച്ചുകളുടെ അടുത്തേക്ക് പോയി. ഗായത്രി ശ്രദ്ധിക്കാതെ, ആരും അറിയാതെ ആ ലാബ് അവേഴ്സ് മുഴുവൻ അവൻ അവളുടെ ചലനങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഗായത്രി ആകെ ടയേർഡാണെന്ന് സൂര്യന് തോന്നി. ഈ പെണ്ണ് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ? ഇങ്ങനെ ആരുമില്ലാതെ എവിടെയെങ്കിലും വീണാൽ എന്ത് ചെയ്യും? അതോ അവൾക്ക് വേറെ എന്തെങ്കിലും സങ്കടമുണ്ടോ? ലാബ് സെഷൻസ് കഴിഞ്ഞപ്പോൾ 4:30 എല്ലാവരും എക്സ്പെരിമെന്റ്സ് ചെയ്ത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. സിമി അവളുടെ ഗ്രൂപ്പിൽ നിന്ന് ഓടി ഗായത്രിയുടെ ഗ്രൂപ്പിലേക്ക് വന്നു. എന്തിനാണ് ആ കലിപ്പൻ വഴക്കു പറഞ്ഞത്? സിമി ഗായത്രിയോട് ചോദിച്ചു. അങ്ങേരിന്ന് ആകെ കലിപ്പ് മൂഡിലായിരുന്നു. ചെറിയ മിസ്റ്റേക്സിനു പോലും കണ്ണു പൊട്ടുന്ന പോലെ ചീത്ത വിളിച്ചു. രാഹുൽ ആവലാതിപ്പെട്ടു. ആ പോട്ടെ, സാരമില്ല. സർ ഇച്ചിരി സ്ട്രിക്റ്റ് ആണല്ലോ, സിമി എല്ലാവരോടുമായി പറഞ്ഞു. എന്നാൽ നമുക്ക് ഇറങ്ങാം. രാഹുലും ശ്രുതിയും സിമിയും ഗായത്രിയും ലാബിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ശ്രീജ ടീച്ചറും സൂര്യൻ സാറും ലാബ് സ്റ്റാഫുകളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗായത്രി ഇടം കണ്ണിട്ട് സൂര്യനെ ഒന്ന് നോക്കി. അവനത് കൃത്യമായി കാണുകയും ചെയ്തു. അവൾ പെട്ടെന്ന് നോട്ടം മാറ്റി ലാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്തു. സൂര്യന്റെ ചുണ്ടിൽ വിരിഞ്ഞ ചെറുപുഞ്ചിരി അവൻ ആരും കാണാതെ ഒളിപ്പിച്ചു. അവർ 4 പേരും ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ഗായത്രി ഹോസ്റ്റലിലേക്കും മറ്റു 3 പേരും ബസ് സ്റ്റോപ്പിലേക്കും. ഹോസ്റ്റലിലെത്തി കുളി കഴിഞ്ഞ് അവൾ മെസ് ഹാളിൽ പോയി ചായ കുടിച്ചു വന്നു. വീണ്ടും അവൾക്ക് രാവിലെ ജയശങ്കർ സാറിൻ്റെ ക്ലാസ്സിലുണ്ടായ അനുഭവം ഓർമ്മ വന്നു. അവൾ തല വെട്ടിച്ച് മനസ്സിൽ നിന്ന് ആ ഓർമ്മ കളയാൻ ശ്രമിച്ചു. ചായ കുടിച്ച് തിരികെ റൂമിൽ വന്ന് അവൾ പഠിക്കാനുള്ള ബുക്കുകളൊക്കെ എടുത്തു വച്ചു. മനസ്സിൽ സൂര്യൻ്റെ ഓർമ്മകൾ നിറഞ്ഞു. സാർ ഇന്ന് തന്നെ വല്ലാതെ വഴക്കു പറഞ്ഞു. തനിക്കാണെങ്കിൽ ഇന്ന് മനസ്സ് വിഷമിച്ചതുകൊണ്ട് സാർ പറയുന്നതൊന്നും തലയിലേക്ക് കയറുന്നില്ലായിരുന്നു. സാറിന് ആകെ ദേഷ്യമായി തന്നോട്. ഇനി സാർ വിളിക്കുമോ തന്നെ? അവൾ എന്തൊക്കെയോ ചിന്തിച്ചു കൊണ്ടിരുന്നു. സൂര്യൻ സാറിനെ പറ്റി ആലോചിക്കുമ്പോൾ മനസ്സ് നിറയുന്നതും ഒരു സമാധാനം വരുന്നതുമെല്ലാം അവൾ അറിഞ്ഞു. പക്ഷേ ഉള്ളിലെവിടെയോ ഒരു കുഞ്ഞു പരിഭവവും ഉണ്ടായിരുന്നു, ഇന്ന് തന്നെ ഇത്രയും വഴക്കു പറഞ്ഞതിൽ. അവൾ പതുക്കെ മനസ്സ് ശാന്തമാക്കി പഠിക്കാൻ വേണ്ടിയിരുന്നു. കുറേ നേരം അവൾ ഇരുന്ന് പഠിച്ചു. ഫോണിൽ ഒരു മെസ്സേജ് വന്ന ശബ്ദം കേട്ട് അവൾ ഫോൺ എടുത്തു. സേവ് ചെയ്യാത്ത ഒരു നമ്പറിൽ നിന്നായിരുന്നു. എന്തോ ഒരു അറ്റാച്ച്മെൻ്റ് ആണ്. ക്ലാസ്സിൽ നിന്ന് സ്റ്റുഡൻസ് ആരെങ്കിലും എന്തെങ്കിലും അസൈൻമെൻറ്റോ നോട്ട്സോ ഒക്കെ ഷെയർ ചെയ്തതായിരിക്കുമെന്ന് വിചാരിച്ച് അവൾ അറ്റാച്ച്മെൻറ്റ് തുറന്നു. അതിൽ കണ്ട ചിത്രങ്ങൾ അവളെ ഞെട്ടിച്ചു കളഞ്ഞു. നഗ്നമായ ശരീരഭാഗങ്ങളുടെ കുറേ ചിത്രങ്ങളായിരുന്നു അത്. ഗായത്രി ആകെ വിയർത്തു വിറച്ചു. 2-3 മെസ്സേജുകൾ കൂടി വരുന്ന ശബ്ദം അവൾ കേട്ടു. അശ്ലീല സന്ദേശങ്ങളായിരുന്നു അവ. ഗായത്രിക്ക് തൻ്റെ ഹൃദയം തകരുന്നത് പോലെ തോന്നി. കട്ടിലിരുന്ന് അവൾ പെട്ടെന്ന് വിങ്ങിക്കരഞ്ഞു. താൻ എന്താണ് ചെയ്യുക? ഇത് ആരാണിങ്ങനെ അയക്കുന്നത്? ജയശങ്കർ സാർ ആയിരിക്കുമോ? അവളുടെ ഫോണിലേക്ക് ഉടനെ ഒരു കോൾ വന്നു. അവൾ നിറഞ്ഞ കണ്ണോടെ ഫോണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. കോൾ കട്ടായി വീണ്ടും വീണ്ടും കോൾ തുടർന്നു വന്നുകൊണ്ടിരുന്നു. അവസാനം ഗായത്രി കോൾ അറ്റൻഡ് ചെയ്തു. അപ്പുറത്ത് അവൾ ജയശങ്കറിൻ്റെ ശബ്ദം പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അയാൾ അടക്കി ചിരിക്കുകയാണ്. ഗായത്രി, ഞാൻ കുറച്ച് മെസ്സേജുകൾ അയച്ചത് തനിക്ക് കിട്ടിയല്ലോ. താൻ എനിക്ക് ചില ഉപകാരങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അയാളുടെ അടക്കിച്ചിരി വീണ്ടും അവൾ കേട്ടു. ഞാൻ പറയുന്നതൊന്നും നീ കേട്ടില്ലെങ്കിൽ
ഈ സെമസ്റ്റർ എൻ്റെ കോഴ്സ് നീ ജയിക്കില്ല കേട്ടോ. അയാൾ ഒരാക്കിച്ചിരിയോടെ പറഞ്ഞതും ഗായത്രി കരഞ്ഞുപോയി. സർ, എന്നെ ഉപദ്രവിക്കരുത്. നീ ഇത് എന്താണ് പറയുന്നത് ഗായത്രി? നിന്നെ ഞാൻ ഉപദ്രവിക്കുകയില്ല. പക്ഷേ നീ സഹകരിക്കണം. അത് ഞാൻ വഴിയെ പറയാം, ഏതൊക്കെ രീതിയിൽ സഹകരിക്കണമെന്ന്. നിനക്ക് ഞാൻ വഴിയെ പറഞ്ഞു തരാം മോളെ. അയാളുടെ അശ്ലീല ചുവയുള്ള സംസാരം ഗായത്രിക്ക് അരോചകമായി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. അപ്പോൾ നാളെ കോളേജിൽ കാണാം. നീ ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ ഇതുപോലെയുള്ള നിന്റെ ഫോട്ടോകൾ ഈ കോളേജിലെ മുഴുവൻ സ്റ്റുഡൻസും കാണും. കേട്ടോടി? ഉടനെ ഫോൺ കട്ടായി. ഗായത്രി മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് കിടക്കയിലിരുന്നു. ഫോൺ ബെല്ലടിക്കുന്നത് കണ്ട് അവൾ പേടിയോടെ വീണ്ടും നോക്കി. സൂര്യൻ സർ കോളിംഗ് എന്ന് ഫോണിൽ അവൾ കണ്ടു. കാത്തിരിക്കണേ, തുടരും. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യണേ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും എനിക്ക് വളരെ വേണ്ടപ്പെട്ടതാണ്. താങ്ക് യു.